കൊളസ്ട്രോള്, ബി.പി, ക്യാൻസർ എന്നിവയെല്ലാം കുറയ്ക്കാനുള്ള ഒരു അളവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ തടി കൂടിയവർക്ക് തടി കുറയ്ക്കാനുള്ള ഇതും തവിടിലൂടെ ലഭിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് ഡിമാൻഡ് കൂടി വരുന്നത്. മാർക്കറ്റിലും ഇപ്പം വിൽപ്പനക്ക് പലരുടെയും അടുത്ത് എത്തുന്നുണ്ട്. എന്നാലും ജൈവ രീതിയിലുള്ള ഇത് അന്വേഷിച്ച് ധാരാളം പേര് വരുന്നുണ്ട്. അപ്പം ഇപ്പം ഒന്നാമത് ഒരുവിധം ആളുകളെല്ലാം കൂടുതലും തടി കൂടിയവരാണ്. അവർക്കെല്ലാം തടി കുറക്കാനും പിന്നെ മലബന്ധം കുറക്കാനും എല്ലാം ഈ തവിടോട് കൂടിയ അരി കഴിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പം ഇവിടെ നിന്ന് പലരും ഷുഗർ പേഷ്യൻ്റ്, അതേപോലെ കൊളസ്ട്രോളുള്ള പേഷ്യൻ്റൊക്കെ ധാരാളം പേര് ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾ അതല്ലാതെ തന്നെ പലരും ഈ അരി അല്ലാതെ തന്നെ വാങ്ങുന്നുണ്ട്. ഈ നമ്മളെ നാട്ടിൽ നിന്നും പലരും ഇപ്പോൾ 2 വർഷമായിട്ട് ഈ തവിട് കളയാത്ത അരി അന്വേഷിച്ച് വരുന്നുണ്ട്. ദൂരെ നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്, ഓർഡർ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബറൈസ്ഡ് മില്ലിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് പുറത്ത് മില്ലിന്ന് ചെയ്ത് നമ്മൾ ആവശ്യാനുസരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് കുത്തി വെക്കാതെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുത്തി വിൽപ്പനക്ക് നൽകുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളുണ്ട്? ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് റൈസ് ശരിക്കും ശരീരത്തിന് ദോഷകരമായ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. ഈ തവിടോട് കൂടിയുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളെ പ്രകൃതിയായുള്ള നിയമം. അപ്പോൾ ആ തവിട് കഴിക്കുന്നത് ഒരു ആരോഗ്യകരമായ നല്ല ഇതിനു വേണ്ടി ആണ് എല്ലാവരും ഈ അരി കഴിക്കുന്നത്, തവിടോട് കൂടിയുള്ള അരി കഴിക്കുന്നത്. ഞാൻ എല്ലാം ചെറുകിട രീതിയിലാണ് ചെയ്യുന്നത്, ഒരു വലിയ രീതിയിലായിട്ട് ചെയ്യുന്നില്ല. നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഓൾറെഡി നാടൻ നെല്ലുകളാണ് ചെയ്യുന്നത്. നാടൻ നെല്ലുകളിൽ അടുക്കൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുള്ളംതൊണ്ടി പൊക്കം കുറഞ്ഞ ഐറ്റംസാണ്, നെല്ലാണ്. അടുക്കൻ എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ സൈസാണ്. ഇപ്പം 3-4 വർഷമായിട്ട് വർഷക്കാലത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അടുക്കൻ വളരെ കുറഞ്ഞ കൃഷിയുള്ളായിരുന്നു. കൂടുതലായിട്ടും കുറേ കാലങ്ങളായിട്ട് അടുക്കനായിരുന്നു ചെയ്യാറ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതും, അതേപോലെ ഇത് മഴ പെയ്ത് വീണ് പോയാലും നെല്ല് എണീറ്റ് നിൽക്കും. നെല്ലിങ്ങനെ എണീറ്റ് നിൽക്കും. ആ രീതിയിൽ ഉള്ളൊരു നെല്ലാണ് അടുക്കെന്ന് പറയുന്നത്. അത് ഒരുപാട് മഴ പെയ്താൽ അതിന് പുല്ല് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് കുള്ളംതൊണ്ടി എന്ന് പറഞ്ഞ നാടൻ ഐറ്റംസാണ് ചെയ്യുന്നത്. ആ നെല്ല് നല്ല വിളവുണ്ട്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെല്ല് തൊലി കളയാതെ എടുത്തിട്ട് അത് ഏകദേശം നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തിരുവനന്തപുരത്തും അതേപോലെ തൃശ്ശൂരും വൈഗ ഉത്സവത്തിന് പോയിരുന്നു. അവിടെ കോണ്ടാക്ട് ചെയ്ത് പല ഉപഭോക്താക്കളും എന്നിൽ നിന്ന് ഫോണിലൂടെ വിളിച്ച് ഈ അരി എടുക്കപ്പെടുന്നുണ്ട്. കൊറിയർ വഴിയും ഓൺലൈൻ വഴിയെല്ലാം കൊടുക്കുന്നുണ്ട്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ നല്ല സക്സസ് ആണ്. അത് ചെയ്യുന്നത് നമുക്കൊരു നല്ല അറിവും നൽകുന്നു. പാരമ്പര്യമായിട്ട് കർഷകരാണ് എൻ്റെ വാപ്പയുമെല്ലാം. അതിലൂടെ നേടിയൊരു അറിവ് മുഖാന്തരമാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ നെല്ലെല്ലാം ഇവിടെ സ്റ്റോക്കുണ്ട്, അത് കാണാൻ കഴിയും. പാരമ്പര്യമായിട്ട് കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. എൻ്റെ വാപ്പ 5-8 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന ആളായിരുന്നു. അത് കൂടുതലും നെൽകൃഷിയാണ് ചെയ്യാറ്. കുരുമുളക്, അതേപോലെ കാപ്പി, ഇഞ്ചി ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ നെൽകൃഷിയിലേക്കും മറ്റുള്ള കൃഷിയിലേക്കും വന്നത്. എല്ലാം
പിന്നെ വലിയൊരു ഹൈടെക്കായിട്ട് ചെയ്തില്ല. നമ്മുടെ ആവശ്യത്തിനും അതുപോലെ കുറഞ്ഞ ആളുകൾക്ക് ഇത് നൽകാനും വേണ്ടി ആണ് ചെയ്തത്. അല്ലാതെ ഒരുപാട് കൃഷി ചെയ്ത് പിന്നെ പണം വാരിക്കൂട്ടുക എന്നുള്ളൊരു ഇത് എന്നെ സംബന്ധിച്ചില്ല. നെൽകൃഷി 3 ഏക്കറോളം ചെയ്തിരുന്നു. ഇപ്പം നിലവിൽ 1.5 ഏക്കറാണുള്ളത്. ഇപ്പോൾ 2 വർഷമായിട്ട് 1.5 ഏക്കറാണ് ചെയ്യുന്നത്. പിന്നെ 4ഉം 5ഉം ഏക്കറ നെൽകൃഷിയും അതോടൊപ്പം ഇഞ്ചി കൃഷി, വാഴക്കൃഷി, പിന്നെ ചേന, പിന്നെ പച്ചക്കറികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പിന്നെ പുറത്ത് ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. നാച്ചുറൽ ഫാമിംഗ്, സുഭാഷ് പാലേക്കറിൻ്റെ നാച്ചുറൽ ഫാമിംഗ് രീതിയിലാണ് ചെയ്യുന്നത്. അതിനുള്ള ട്രെയിനിങ് കിട്ടിയതാണ്. അതിലൂടെ ചെയ്യുമ്പോൾ ധാരാളം പിന്നെ ഉപഭോക്താക്കൾ അന്വേഷിച്ച് വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ മഞ്ഞൾ കൃഷി, അതേപോലെ ഇഞ്ചിയിൽ നിന്ന് പൊടിയെടുത്ത് ചുക്കുണ്ടാക്കി പൊടിയെടുത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് കൃഷിയുണ്ട്. ആ കുരുമുളകിൻ്റെ പൊടിയായിട്ടും അതേപോലെ വൈറ്റ് കുരുമുളകായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ധാരാളം പോകുന്നത് ബോൾട്ടായിട്ടും അതേപോലെ പൊടിയായിട്ടുമാണ് പോകുന്നത്. പിന്നെ ഇഞ്ചി കൃഷി പിന്നെ പൊതുവെ പിന്നെ വലിയ ഹൈടെക് രീതി ചെയ്യുമ്പോൾ നമുക്ക് ചില വർഷങ്ങളിലേ അത് പിന്നെ നല്ല വില വരുള്ളൂ. മിക്കവാറും വർഷങ്ങളിൽ പൊട്ടിപ്പോകാറാണ്. ഇപ്പം 2 വർഷമായിട്ട് അത്യാവശ്യം വില ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സ്ഥിരം ചെയ്യുന്ന കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വർഷം വേനലിൽ കൃഷിഭവന് സാമ്പിൾ വിത്ത് വന്നായിരുന്നു, അരിച്ചോളം അതേപോലെ ചാമയും. മഴ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ചാമ മുളച്ചില്ല. അരിച്ചോളം മുളച്ച് നല്ല ഉഷാറായെങ്കിലും ഒരു കാര്യമായ ഒരു വിളവ് ആയിട്ടില്ല. എന്നാലും നല്ല പിന്നെ അത്യാവശ്യം നല്ല കായ് പിടുത്തുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് പിന്നെ പക്ഷികളുടെ പിന്നെ ധാരാളം പക്ഷികൾ ഇത് വന്ന് കൊത്തി തിന്നുന്നുണ്ട്. തത്ത, മറ്റു പക്ഷികൾ എല്ലാം വന്ന് പിന്നെ കൊത്തി തിന്നുന്നുണ്ട്. കാരണം ഇതൊരു നമുക്ക് കുറഞ്ഞ കൃഷി ആയതുകൊണ്ട് വയനാട്ടിൽ ഇത് പിന്നെ സക്സസ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേര് ചെയ്താൽ നമുക്കിത് ഉപകാരപ്രദമാകും. ഇപ്പോൾ കുറഞ്ഞ ആളുകൾ മാത്രം ചെയ്യുമ്പോൾ അത് ഉപകാരപ്രദമാകാൻ ചാൻസ് കുറവാണ്. കാരണം ഈ പക്ഷികളെ ശല്യം ഒരുപാട് തത്തകളും മറ്റ് കിളികളും എല്ലാം വന്ന് അത് കൊത്തി തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് വിളവെടുക്കാൻ കഴിയാൻ തോന്നുന്നില്ല. ആ രീതിയിലാണ് ഇത് മൂപ്പാവുന്നേ ഉള്ളൂ. മൂപ്പാകുമ്പോഴേക്ക് പക്ഷികൾ തിന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട്.